ഓക്കെ, പേജ് നമ്പർ 204 ഫോർത്ത് പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 120 centimeter square. What is the lateral surface area of a prism with the base a rhombus made by joining two such triangular prisms? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is the lateral surface area of a prism with the base an isosceles trapezium made by joining three such triangular prisms? Third question, what is the lateral surface area of a prism with the base a regular hexagon made by joining six such triangular prisms? ഇതാണ് ചോദ്യം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 120 centimeter square. അപ്പം അവർ തന്നേക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസമാണ്. അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 120 centimeter square ആണ്. അതാണ് അവർ തന്നേക്കുന്ന ക്ലൂ. അത് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് എഴുതാം. ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 3AH ആണ്. 3AH എത്ര നമുക്ക് തന്നേക്കുന്നത്? 3AH ഈക്വൽ ടു 120. അതവർ തന്നേക്കുക. ഇതിനകത്തുനിന്ന് AH നമുക്ക് കണ്ടുപിടിക്കാം. AH ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അതിൽ ഇവിടെ വരുമ്പോൾ ഡിവിഷൻ 4 വെട്ടുമ്പോൾ 12 4 വരും. അപ്പം ആൻസർ AH ഈസ് ഈക്വൽ ടു 14 കിട്ടി. AH ഈസ് ഈക്വൽ ടു 14 കിട്ടി. ഓക്കെ, ഇനി അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് എ റോംബസ്. റോംബസ് എന്ന് പറയുന്നത് ഇതാ ഷേപ്പ്. റോംബസ് 4 വശങ്ങളുണ്ട്. 1 2 3 4 വശങ്ങളുണ്ട് റോംബസ്. അപ്പം നമുക്ക് ആ റോംബസിൻ്റെ ഓപ്ഷൻ ആദ്യം ചെയ്യാം. റോംബസ് അതിനെ നമുക്ക് ഫോർമുല എഴുതാം. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു 4 വശങ്ങളുണ്ട്. അതുകൊണ്ട് 4AH എന്നാണ് അതിൻ്റെ ഫോർമുല. അപ്പം 4 ഇൻറ്റു AHൻ്റെ വാല്യൂ നമുക്കറിയാം 40. അതെത്ര? 4 16 0 centimeter square. ഇത്രയാണ് റോംബസ്. അടുത്ത ഓപ്ഷൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഐസോസെലസ് ട്രപ്പീസിയമാണ്. ഐസോസെലസ് ട്രപ്പീസിയം. ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ അതിന് 5 വശങ്ങളാണുള്ളത്. 5 വശങ്ങൾ. ഐസോസെലസ് ട്രപ്പീസിയത്തിന് 5 വശങ്ങളാണ്. അപ്പം അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 5AH. അത് ഈക്വൽ ടു 5 ഇൻറ്റു ഏജിൻ്റെ വാല്യൂ നമുക്കറിയാം 40.
അത് ഈക്വൽ ടു 14 20 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് റെഗുലർ ഹെക്സഗൺ മെയ്ഡ് ബൈ 6 സച്ച് ട്രയാങ്കുലർ പ്രിസം? അത് ഇതാണ് 6 റെഗുലർ ഹെക്സഗൺ. 6 ട്രയാങ്കിൾസ് ചേർന്നത് 1 2 3 4 5 6 ട്രയാങ്കിൾസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർത്ത് വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ സൈഡ്സ് നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. അപ്പോൾ റെഗുലർ ഹെക്സഗൺ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു 6AH ഈക്വൽ ടു 6 ഇൻറ്റു AH നമുക്കറിയാം 40 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് റെഗുലർ ഹെക്സാഗണിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇത്ര 3 ഓപ്ഷൻ്റെ ആൻസേഴ്സായി. റോംബസ്, ട്രപ്പീസിയം, റെഗുലർ ഹെക്സഗൺ. ആദ്യം നമ്മൾ AHൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ AHൻ്റെ വാല്യൂ 3 ഇടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആകെ ഈ നമ്പർ ഓഫ് സൈഡ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. റോംബസിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 4, ഐസോസിലെ ട്രപ്പീസിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 5, റെഗുലർ ഹെക്സഗണിൻ്റെ 6. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്യുക. 4AH 5AH 6AH എന്നുള്ള ഫോർമുലകൾ ഓർത്തിരിക്കുക. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 അങ്ങനെ ഓർത്തിരിക്കണം. എന്നിട്ട് AHൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, പേജ് നമ്പർ 204 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. 6 ഷീറ്റ്സ് ഓഫ് മെറ്റൽസ് ഈച്ച് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 10 സെൻറ്റിമീറ്റർ ആർ ജോയിൻഡ് ടു മേക്ക് എ cube. What is its total surface area? How much water can it contain? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു 6 മെറ്റൽ ഷീറ്റുകളുണ്ട്. 6 മെറ്റൽ ഷീറ്റുകൾ സ്ക്വയർ ഷേപ്പിലുള്ള ഇതൊരു ഷീറ്റാണ്. ഇതിൻ്റെ സൈഡ് 10. സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡും 10 ആയിരിക്കും. സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡും 10 ആയിരിക്കും. എല്ലായിടത്തും ഇതേപോലെ 6 പീസുകൾ ചേർത്ത് വെക്കുക. ഇവിടെ ഒരു പീസ് വെച്ച്, ഇവിടെ ഒരു പീസ് വെച്ച്, ഇവിടെ ഒരു പീസ് വെച്ച്, അപ്പുറത്തെ പീസ് വെച്ച്, താഴെ വെച്ച്, അപ്പുറത്ത് വെച്ച്, അങ്ങനെ 6 പീസുകൾ ചേർത്ത് വെച്ച് ഒരു ക്യൂബ് ഉണ്ടാക്കി എങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ? അതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ എ സോൾവ് ചെയ്യുന്നതാണ്. അതിൽ സ്ക്വയർ ഷീറ്റാണ് അല്ലേ? സ്ക്വയർ ഷീറ്റാണ്. അപ്പം ആ സ്ക്വയർ ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 10 × 10 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. എവിടെ ഇരിക്കട്ടെ? അതേപോലെ 6 പീസുകൾ ചേർത്ത് അല്ലേ, 6 വശങ്ങൾ ചേർത്ത് വെച്ച്, 6 പീസുകൾ ചേർത്ത് വെച്ച് ഒരു ക്യൂബ് ഉണ്ടാക്കി. അന്നേരമുള്ള ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് ഈക്വൽ ടു 6 പീസുകളാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഒരു പീസിൻ്റെ ഏരിയ 100 ആണ്. അപ്പോൾ 6 × 100, അപ്പോൾ 600 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഹൗ മച്ച് വാട്ടർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ എന്ന ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമുക്കതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം.
വോളിയം ഓഫ് ദ ക്യൂബ്. സൈഡ് എ ആണെങ്കിൽ വോളിയം ഈക്വൽ ടു എ ക്യൂബാണ്. അപ്പം ഇവിടെ 10⁻3. അപ്പോൾ 10നെ 3 പ്രാവശ്യം ഗുണിക്കുന്നതിന് തുല്യം. 1 × 1 എത്ര പൂജ്യം? 1 2 3 പൂജ്യം. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയമാണ്, അതുകൊണ്ട് ക്യൂബ് 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി ഇതിനകത്ത് എത്ര വാട്ടർ കയറുമെന്നുള്ളതാണ്. എമൗണ്ട് ഓഫ് വാട്ടർ it can contain equal to അത് ലിറ്റേഴ്സ് വേണം കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ, ലിറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഈക്വൽ ടു 1 ലിറ്റർ. 1 ലിറ്റർ കൊണ്ട് ഇത് നമ്മൾ ലിറ്റർ ആക്കാൻ വേണ്ടിയാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 1 ലിറ്റർ. ഏതൊരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് 1 ലിറ്റർ വാട്ടർ ഇതിനകത്ത് ഉണ്ട്.